സഫീന പള്ളിയിൽ ഇസ്ലാമിന്റെ ഖലീഫയാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദിനം സൂചിപ്പിച്ചിരുന്നു. ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഒരിക്കൽ ഉഹദ് മലയുടെ മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഉഹദ് മലയെ സന്ദർശിക്കാൻ വേണ്ടി പോയത്. ആ സമയത്ത് ഉഹദ് ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് ഉഹദേ, അടങ്ങിയിരിക്കുക. എന്താ നിന്റെ വിചാരം? അലൈക നബിയ്യൻ, നിന്റെ മുകളിൽ ഒരു നബിയല്ലേ ഉള്ളത്, സിദ്ദീഖുമല്ലേ ഉള്ളത്, വശഹീദാൻ, പിന്നെ രണ്ട് ഷഹീദുകളുമല്ലേ ഉള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലത്ത് അധികം ആളുകൾക്കൊന്നും മനസ്സിലായില്ല ഷഹീദ് എന്ന സാക്ഷി എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ നബി റസൂലുള്ളാഹിന്റെ വാക്കാണ്. എന്റെ പ്രിയപ്പെട്ട മുന്നാര മക്കൾ കൊല്ലപ്പെടുന്നതിന് ഹസൻ ഹുസൈൻ കൊല്ലപ്പെടുന്നടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സൂചനകൾ നൽകിയിരുന്നു. അതിൽപ്പെട്ട സൂചനയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഷഹീദാനി എന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ എന്ന് പറയാം. ഞാൻ പറഞ്ഞ സംഭവമല്ല. പലരും ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കിടക്കുമ്പോൾ അവസാനത്തെ നിമിഷം കാണാൻ ഇങ്ങനെ പലരും വരുന്നുണ്ട്. ഇന്നത്തെ പോലെ പിന്നെ ആംബുലൻസ് നിർത്തി പായാനൊന്നും സ്ഥലം സൂചിച്ചില്ല. പ്രത്യേക കിടക്കമല്ല അവിടെ പല ശുശ്രൂഷയൊക്കെ നൽകുന്നുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പല ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. പല അടുത്ത ഖിലാഫത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമർ ചോദിച്ചു, ആരാണ് പിടിക്കപ്പെട്ടു? അതെ, അതൊരു മജൂസിയാണ്. അൽഹംദുലില്ലാഹ്, എന്റെ കാഫിറിന്റെ കൈ കൊണ്ട് വധിക്കപ്പെട്ടല്ലോ, ഞാൻ ഷഹീദിന്റെ കൂലി എനിക്ക് കിട്ടിയല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് പറയുകയാണ്. അങ്ങനെ പലരും സന്ദർശിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ. ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ ببشرى الله قد كان لك من ضحبة من صحبة رسول الله. قال رسول الله പോകാനുള്ള അവസരമായല്ലോ. റസൂലിന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരമായല്ലോ. അൽഹംദുലില്ലാഹ്, ബുശ്റ, സന്തോഷിക്കുക എന്ന് പറയാണ്. അങ്ങനെ പലതും പറഞ്ഞ് യാ ഇബ്ന അഖി വദിത്തു അൻ ദാലിക കഫാഫൻ ലാ അലയ്യ വലൽ, അങ്ങനെ സംസാരിച്ച് ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു പോകുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉമർ ഫാറൂഖ് പറയാണ്, അങ്ങനെ വിളിക്ക്, ആ ചെറുപ്പക്കാരനെ വിളിക്ക്. ആൾക്കാരെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്നു. അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരോട് പറയാ, മരണത്തിന്റെ സക്രാത്തിന്റെ ഹാലിങ്ങനെ ഏറ്റവും വാർന്നു വരുന്ന സമയത്ത് ആ ചെറുപ്പക്കാരോട് പറയാ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ വസ്ത്രം ഒന്ന് കയറ്റി കൊടുക്കൂ. നിന്റെ വസ്ത്രം ഒന്ന് ബേജാറില് ഖലീഫ കുത്തേറ്റ ബേജാറിൽ ഒന്നോ പാഞ്ഞു വന്ന മനുഷ്യൻ. ആ സമയത്ത് പോലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരിയായിരുന്ന, അവിടുത്തെ സുന്നത്തുകൾ പഠിച്ച, അവിടുത്തെ സുന്നത്ത് ലോകത്തെ പ്രചരിപ്പിച്ച ഉമർ അൽ ഫാറൂഖ് തന്നെ പറയുന്നു, യാ ഇബ്ന അഖി ഇർഫഅ തൗബക, നിന്റെ വസ്ത്രം ഒന്ന് കയറ്റി കൊടുക്ക്. ഫഇന്നഹു അൻഖാ ലിതൗബക, അതാണല്ലോ നിന്റെ വസ്ത്രത്തിന് ഏറ്റവും നല്ലത്. വസ്ത്രത്തിൽ പൊടിയും മണ്ണും ചേർക്കാവാതിരിക്കാൻ അതിൽ ഏറ്റവും നല്ലത്. അങ്ങനെയല്ലേ മാന്യന്മാർ ചെയ്യേണ്ടത്. വഅത്ഖാ ലിറബ്ബക, നിന്റെ റബ്ബിലേക്കുള്ള ഏറ്റവും തഖ്വയതാണ്. തഖ്വയുള്ള വസ്ത്രം കയറ്റിയെടുക്കുന്ന വസ്ത്രമാണ്. വൃത്തിയുള്ള വസ്ത്രവും കയറ്റിയെടുക്കുന്ന വസ്ത്രമാണ്. അതുകൊണ്ട് മോനെ, അതൊന്ന് കയറ്റി കൊടുക്കണേ എന്ന് സക്രാത്തിന്റെ ഹാൽ രക്തത്തിൽ കടന്ന് പിടയുമ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പോലും ഒരു ചെറിയ പ്രവണത കണ്ടപ്പോൾ അടുത്തേക്ക് വിളിച്ചിട്ട്, മോനെ, ആ വസ്ത്രം ഒന്ന് കയറ്റി കൊടുക്കും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ സക്രാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരാൾ പറയുന്നു കാണാൻ വന്നു. ആ സമയത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഒരാളുടെ കുഞ്ഞ് അവന് കോപ്പി ചെയ്യപ്പെട്ടിരുന്നു. സിദ്ദീഖ് അടുത്ത് വിളിച്ചു, ആരാമന്റെ ഒപ്പനെ വിളിച്ചു, ഇത് പറ്റില്ലട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപ്പിംഗ് നിരോധിച്ചിട്ടുണ്ടല്ലോ എന്ന ഉപ്പയെ ഉപദേശിക്കുകയാണ്. മരണക്കിടക്കയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും കുത്തഴിഞ്ഞ് ജീവിക്കേണ്ടവരല്ല. ബഹുമാനപ്പെട്ട പിന്നെ മഹാനന്ദന്മാരൊക്കെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പ്രവാചകനെ കുറിച്ച് മഹാമദായ ശിഷ്യശാഖാ സമന്വിത ശിഖാഹീന സ്പർശുദാരി വിസാലപി സർവഭക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഭവിഷ്യത് പുരാണത്തിലൊക്കെ പറഞ്ഞത് പ്രവാചകനെയാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ കോട്ടോസ്താദൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. സംസ്കൃതത്തിലൊക്കെ വലിയ അഗ്രഗണ്യനായ അല്ലാഹു തലചേറ്റി കൊടുക്കുമാറാകട്ടെ. ഭവിഷ്യത്തിലേക്ക് റെഫറൻസ് ചെയ്യാറുണ്ടായിരുന്ന കോട്ടോസ്താദിന്റെ ഗ്രന്ഥങ്ങൾ പല എഴുത്തുകൾ വരുന്നത് അവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് ഭവിഷ്യത് പുരാണം, അഥവാ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന പുരാണത്തിൽ പോലും അവിടെ നമ്മളെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ അനുയായികൾ ശിഷ്യശ്വാസങ്ങളായിട്ട് കടന്നു വരും. ഇവിടെ
മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്നിട്ടോ അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ലിംഗം ഛേദിച്ചവർ സുന്നത്ത് കഴിച്ചവരായിരിക്കും, ശിഖാഹീന ക്രോപ്പ് ചെയ്യാത്തവരായിരിക്കും, വെള്ള വസ്ത്രം ധരിച്ച് സതുപദേശം നടത്തി ജീവിക്കുന്നവരായിരിക്കും, സർവപക്ഷി എന്തും ഭക്ഷിക്കുന്ന വെജ് നോൺ വെജ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനത്തെ വിഭാഗം ഇവിടെ കടന്നു വരാനുണ്ട് എന്ന് ഭവിഷ്യ പുരാണത്തിൽ പോലും സൂചന നൽകിയ ഉമ്മത്താണ് നമ്മൾ. ആ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കാത്തിരുന്ന ഒരു ഉമ്മത്ത് ആണ് നമ്മൾ. ലോകം പ്രതീക്ഷാപൂർവ്വം കാത്തിരുന്ന ജനതയാണ്, പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ആ സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ അതുണ്ടാവാതിരിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ കഴിഞ്ഞുപോയ പാവങ്ങളൊക്കെ വിട്ടുപുറത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ അഭിമാനികളെ അല്ലാഹു മാറ്റുമാറാവട്ടെ. ഉമ്മത്തെ മക്കളെ അല്ലാഹു സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.